ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എന്തുണ്ട് വിശേഷം? അപ്പം ഞങ്ങളിവിടെ ഗോൾഡ് കോസ്റ്റ് എയർപോർട്ടിൽ എത്തിയേക്കുവാണ്. ഞങ്ങൾ ബ്രിസ്ബനിലാണ് താമസിക്കുന്നത്. ബ്രിസ്ബനിൽ നിന്നൊരു 1 hour 15 minutes ഡ്രൈവ് ഉണ്ട് ഇവിടുത്തെ ഗോൾഡ് കോസ്റ്റ് എയർപോർട്ടിലോട്ട് വരാൻ. അച്ഛയമ്മ ഞങ്ങളെ രാവിലെ കൊണ്ടുവിട്ടു. ഇപ്പോൾ ഏകദേശം സമയം ഒരു രാവിലെ 7:45 ആയി കാണും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇലക്ട്രോണിക് ആയിട്ട് നമുക്ക് ചെക്കിനെല്ലാം ചെയ്യാം. കൗണ്ടറിൻ്റെ അവിടെ പോകേണ്ട ആവശ്യമില്ല. പാസ്പോർട്ടായിട്ട് ഈ മെഷീനിലൂടെ നമുക്ക് പാസ്പോർട്ട് ജസ്റ്റ് ഇങ്ങനെ കമത്തി വെച്ച് സ്കാൻ ചെയ്ത് കൊടുത്താൽ അതെല്ലാം ചെക്ക് ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്യും. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ബാഗേജ് ടാഗ്സും അതുപോലെ തന്നെ നമ്മുടെ ബോർഡിംഗ് പാസും ഈ മെഷീൻ തന്നെ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് തരും. പിന്നെ നമ്മൾ ജസ്റ്റ് ബാഗേജ് ടാഗ്സ് അതിൽ ഓൾറെഡി സ്റ്റിക്കി ബാക്ക് ഉണ്ടാവും, സ്റ്റിക്കർ പോലെ. അത് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് പിന്നെ ബോർഡിംഗ് പാസും നമുക്കിപ്പോൾ എവിടെയാണോ ഞങ്ങൾ പോകുന്നത്, ഇപ്പോൾ ഞങ്ങൾ മലേഷ്യയിൽ പോയിട്ടാണ്, മലേഷ്യയിൽ നിന്ന് കൊച്ചിയിലോട്ടാണ് ഫ്ലൈ ചെയ്യുന്നത്. അപ്പം മലേഷ്യയിൽ വരെയുള്ള ബോർഡിംഗ് പാസും പിന്നെ അത് കൂടാതെ മലേഷ്യ ടു കൊച്ചിയുള്ള ബോർഡിംഗ് പാസും ഇവിടുന്ന് തന്നെ കിട്ടും. അപ്പോൾ ഞങ്ങൾക്ക് ടോട്ടൽ 6 ബോർഡിംഗ് പാസ് ഇവിടുന്ന് തന്നെ കിട്ടും. പിന്നെ ബാഗേജ് അതുപോലെ തന്നെ കണ്ടോ, പ്രിൻറ്റ് ചെയ്ത് വരുന്നത് കണ്ടോ. പിന്നെ അതുപോലെ തന്നെ ബാഗേജും ഞങ്ങൾക്ക് ഡയറക്റ്റ് ചെക്ക് ത്രൂ ആണ്. അപ്പോൾ ഞങ്ങൾ മലേഷ്യയിൽ വെച്ച് ബാഗേജ് എടുക്കേണ്ട ആവശ്യമില്ല, കൊച്ചിയിൽ ചെന്നിട്ട് എടുത്താൽ മതി. അപ്പം ഞങ്ങളിന്ന് പോകുന്നത് എയർ ഏഷ്യയ്ക്കാണ്. എയർ ഏഷ്യയുടെ ബാഗേജ് ഡ്രോപ്പ് കൗണ്ടേഴ്സാണിത്. അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട് ജസ്റ്റ് ഈ ബാഗേജ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി. പക്ഷേ ഭാഗ്യത്തിന് ഞങ്ങളിത് ചെയ്തു വന്നപ്പോഴത്തേക്കും ഇവർ പുതിയൊരു കൗണ്ടറും കൂടെ ജസ്റ്റ് തുടങ്ങി. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ ഫസ്റ്റായിട്ട് പോകാൻ പറ്റി. ഞങ്ങളുടെ ഈ വലിയ ക്യൂവിൽ നിന്ന് ഞങ്ങളെ അവർ അതിലോട്ട് മാറ്റി. അത് ഞങ്ങൾക്ക് വലിയൊരു ഭാഗ്യമായി. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ദാണ്ട പ്ലെയിനകത്ത് കയറി, എല്ലാം സെറ്റിൽഡായി. അത്യാവശ്യം നല്ല ലെഗ് റൂമൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് കിട്ടിയേക്കുന്ന സീറ്റ് എന്ന് പറഞ്ഞാൽ 2, പിന്നെ ഒരെണ്ണം അപ്പുറത്തെ സൈഡിലാണ്. അപ്പം ഈ ഫ്രണ്ടിലോട്ടുള്ള സീറ്റ്സിൽ ലെഫ്റ്റ് സൈഡിൽ 3 റോ വെച്ചുണ്ട്, 3 സീറ്റ്സ് വെച്ചുണ്ട്. പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ 2 സീറ്റ് പിന്നെ സ്പേസ് ആണ്. അപ്പോൾ ഇച്ചിരി കൂടെ സ്പേസ് നമുക്ക് കിട്ടുവാണ്. അതുകൊണ്ട് ഞങ്ങൾക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങളെ അടുത്ത് തന്നെ സീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ റാൻഡം അലൊക്കേഷനാണ്, ബഡ്ജറ്റ് എയർലൈൻസ് ആയതുകൊണ്ട് എല്ലാത്തിനും എക്സ്ട്രാ കോസ്റ്റ് ഉണ്ട്. പക്ഷെ ഞങ്ങളപ്പം ഒരു ലക്കി ഡിപ്പ് പോലെ ഞങ്ങളങ്ങ് വിചാരിച്ചു, എന്തായാലും കൊച്ചിനെ ഞങ്ങളുടെ ആരുടെയെങ്കിലും കൂട്ടത്തിൽ ഇരുത്തുമല്ലോ, പിന്നെ മറ്റേത് നമുക്ക് ആരോടെങ്കിലും സ്വാപ്പ് ചെയ്യാനൊക്കെ പറ്റുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ അവരിതെല്ലാം കറക്റ്റായിട്ട് എന്തായാലും കിട്ടി നമുക്ക്, വലിയ ചിലവൊന്നുമില്ലാതെ. അപ്പം ഞങ്ങളിതാ ടേക്ക് ഓഫ് ചെയ്യുവാണ്. ഇതാണ് നമ്മുടെ ഗോൾഡ് കോസ്റ്റ് സിറ്റി. നല്ല ഭംഗിയുണ്ട് കാണാൻ, സീ സൈഡ് ആയതുകൊണ്ട്. നമ്മൾ ഓഷൻ്റെ മുകളിൽ കൂടെ പറക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണല്ലോ. പിന്നെ ഈ എയർ ഏഷ്യ എടുക്കുന്നതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ വളരെ നല്ല റേറ്റിൽ നമുക്ക് നാട്ടിലോട്ട് പോകാൻ പറ്റും. ഞങ്ങൾ കൊടുത്തത് $249 ആണ് പെർ പേഴ്സൺ. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ ഒരു 12,325 റുപ്പീസാണ് ഇവിടെ ഗോൾഡ് കോസ്റ്റിൽ നിന്ന് കൊച്ചി വരെ എത്താൻ. 1 way ടിക്കറ്റിനെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷേ എന്നാലും വളരെ റീസണബിൾ റേറ്റ് ആണ്. ആകെപ്പാടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫുഡ്, ബാഗേജ് ഒന്നും ഈ റേറ്റിൽ ഇൻക്ലൂഡഡ് അല്ല. അപ്പം നമുക്ക് ആകെപ്പാടെ നമ്മളുടെ ക്യാരി ഓൺ ബാഗേജ് 7 കിലോ അത് ഇൻക്ലൂഡഡ് ആണ്. അപ്പം അതിൽ കൂടുതൽ വെയിറ്റ് നമുക്ക് ചെക്ക് ഇൻ ബാഗേജ് ഉണ്ടെങ്കിൽ നമ്മൾ അത് എക്സ്ട്രാ പർച്ചേസ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ 2 എണ്ണം പർച്ചേസ് ചെയ്തു. പിന്നെ അതുകൂടാതെ ഫുഡും ഞങ്ങൾ പർച്ചേസ് ചെയ്തു. ഫുഡിന് ഒത്തിരി വിലയൊന്നുമില്ല, ഒരു $6 to $8 നമുക്ക് നല്ല ഭക്ഷണം കിട്ടും. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ 2 മീൽസ് വെച്ചിട്ട് കൊടുത്തു. കാരണം ഇത് 8 hours 40 minutes എങ്ങാണ്ടുള്ള ഫ്ലൈറ്റാണ്. അപ്പോൾ അത്യാവശ്യം ലെങ്ത് ഉള്ള ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഫുഡിൻ്റെ ആവശ്യം വരും. നമുക്ക് വേണമെങ്കിൽ ഫുഡ് ക്യാരി ചെയ്യാം പ്ലെയിനിൻ്റെ ഉള്ളിലോട്ട്. പക്ഷെ ഞങ്ങൾ പിന്നെ ഓർത്ത് ഫ്രഷായിട്ട് എന്ന് പറഞ്ഞാൽ പ്ലെയിനിൽ തന്നെ ചൂടായിട്ട് കഴിക്കാൻ പറ്റുന്ന തന്നെ നല്ലതെന്ന് ഓർത്ത് ഞങ്ങൾ അങ്ങനെ ക്യാരി ചെയ്തില്ല. ഇഷ്ടംപോലെ ആൾക്കാർ ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അപ്പുറത്തിരുന്ന അമ്മച്ചിയാണെങ്കിൽ ഒരു പഞ്ചാബി അങ്ങനെ എങ്ങാണ്ടായിരുന്നു. അവർ നല്ല ചപ്പാത്തിയും എന്നാണ്ടൊക്കെ കറിയൊക്കെ ഈ അടിപൊളിയായിട്ട് വെട്ടിവിടുന്നുണ്ടായിരുന്നു. ഇവിടെ മോളുടെ കുറച്ച് ഡ്രോയിങ് ആക്ടിവിറ്റീസൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പ്ലെയിനിൽ പോകുമ്പോൾ എപ്പോഴും എന്ത് യാത്രയ്ക്ക് പോകുമ്പോഴും എപ്പോഴും കൊച്ചിനെ എൻഗേജ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കരുതാറുണ്ട്. അപ്പോൾ ഈ കുറച്ച് ബുക്സ് ഞാൻ സ്പെഷ്യലായിട്ട് ഈ ഫ്ലൈറ്റിന് വേണ്ടി വാങ്ങി വെച്ചിരുന്നായിരുന്നു. അപ്പം മോൾക്ക് അതിൻ്റെ ഒരു പുതിയതായതിൻ്റെ ഒരു നോവൽറ്റിയും കൂടെ കിട്ടുമല്ലോ. പിന്നെ കുറച്ച് കളർ പെൻസിൽസ്, മാർക്കർ, പേന, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളെല്ലാം ഞാനൊരു പെൻസിൽ കേക്സിനകത്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ മോൾക്ക് കുറച്ച് നേരം അതൊരു എൻഗേജ്മെൻ്റ് ആയിട്ട് ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഗ്ലൂ സ്റ്റിക്ക്, സെല്ലോ ടേപ്പ്, നോട്ട് പാഡ്, മാർക്കർ പേന, പെൻസിൽസ്, സാധാരണ പേന, റൂളർ, അങ്ങനത്തെ അത്യാവശ്യം വേണ്ടി എല്ലാ സാധനങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതാകുമ്പോൾ കുറേ അധികം നേരം മോളെ എൻഗേജ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കും.
അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ മെനു വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഓൾറെഡി ഓൺലൈനിൽ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് പേ ചെയ്തായിരുന്നു. പക്ഷെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ ഈ മെനു നോക്കി നമുക്ക് ജസ്റ്റ് ഓർഡർ ചെയ്യാം. ഈ MYR എന്ന് എഴുതിയേക്കുന്ന മലേഷ്യൻ റിങ്കറ്റ് ആണ്, അതാണ് അവിടുത്തെ കറൻസി. അത് ഏകദേശം ഒരു 2.5 റിങ്കറ്റ് എന്ന് പറയുന്നതായിരുന്നു ഒരു ഓസ്ട്രേലിയൻ ഡോളർ. അപ്പോൾ അങ്ങനെ വലിയ എക്സ്പെൻസീവായിട്ട് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റിയില്ല. ഒത്തിരി നല്ല സെലക്ഷൻസ് ഉണ്ടായിരുന്നു, വെറൈറ്റി ഉണ്ടായിരുന്നു. വെജിറ്റേറിയനും അതുപോലെ തന്നെ നോൺ വെജിറ്റേറിയനും ഉണ്ട്. കൂടുതലും നോൺ വെജിറ്റേറിയൻ ഡിഷസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ മലേഷ്യൻ ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ ഫുഡായിട്ട് നല്ല സാമ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ വലിയൊരു ടേസ്റ്റിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല. മലേഷ്യൻ ഫുഡിന് നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് അവരുടെ ചിക്കൻ കറി എന്നൊക്കെ പറയുമ്പം നമ്മുടെ നാടൻ ചിക്കൻ കറിയുടെ ഒരു ഫ്ലേവേഴ്സൊക്കെ തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് ചായ, കാപ്പി, റിഫ്രഷ്മെൻറ്റ്സ്, ഐസ്ഡ് കോഫി എല്ലാം തന്നെ കിട്ടും. അങ്ങനെ കിട്ടാത്തതായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പം ഈ ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് ഐപാഡ്സ് ആയിട്ട് വരികയാണ്. അപ്പം ഓൺലൈൻ ഓൾറെഡി ഓർഡർ ചെയ്ത ആൾക്കാർക്കാണ് ആദ്യം ഐപാഡ്സ് കൊടുക്കുന്നത്. ഞങ്ങൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ദാണ്ട് ഐപാഡ്സ് കിട്ടി. ഒരു കാര്യം കാണിച്ചു തരാം. അപ്പനും മോളും രണ്ടുപേരും സെയിം കാർട്ടൂൺ സിനിമയാണ് കാണുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഞങ്ങളുടെ ഒരു നിലവാരം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇഷ്ടംപോലെ വേറെ സിനിമ ഉണ്ടായിട്ടും എൻ്റെ ഭർത്താവിൻ്റെ ഏറ്റവും താല്പര്യപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കാർട്ടൂൺ ആനിമേറ്റഡ് സിനിമ കാണാൻ തന്നെയാണ്. പപ്പനും മോളും തച്ചിട്ടും തീർന്ന സിനിമ കാണുവാണ്. ഞാനും സിനിമ കാണുമായിരുന്നു. പിന്നെ എൻ്റെ സൈഡിൽ കൂടെ ഇതൊന്നും എടുത്തേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ദാണ്ട ഫുഡ് വന്നു. മോൾക്ക് ആദ്യത്തെ മീൽ, ഞങ്ങൾ 2 മീൽ പറഞ്ഞിട്ടുണ്ട്, അത്യാവശ്യം ലോങ് ഫ്ലൈറ്റ് ആയതുകൊണ്ട്. ആദ്യത്തെ മീൽ എന്ന് പറഞ്ഞാൽ പാസ്റ്റ ആൻഡ് കറി സോസേജസ് ആണ്. പിന്നെ ഈ ചായന് ഇവിടുത്തെ മലേഷ്യൻ സ്പെഷ്യാലിറ്റി നാസി ലമാക്ക് എന്ന് പറയും. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ചോറും പിന്നെ അതുകൂടാതെ മുട്ട, പിന്നെ മുട്ടയുടെ ഒരുമാതിരി നമ്മുടെ മുട്ട റോസ്റ്റിൻ്റെ പോലത്തെ ഒരു ഗ്രേവി അതിൻ്റെ സൈഡിൽ വെക്കും. എന്നിട്ട് പിന്നെ നമ്മുടെ ഇച്ചിരി ഉണക്കമീനും കുറച്ച് പീനട്ട്സും ഉണ്ട്. പിന്നെ ഇത് കൂടാതെ നമുക്ക് പൊട്ടാറ്റോ സാലഡ് ഉണ്ട്, അതാണ് ഈ സൈഡിൽ കാണുന്നത്. ഈ പീനട്ട്സും ഉണക്കമീനും ഈ ഗ്രേവീസ് എല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിലൊരു ഐസ്ക്രീമും ഉണ്ട്. പിന്നെ ഒരു കിറ്റ്കാറ്റിൻ്റെ ചോക്ലേറ്റ് ബാറും ഉണ്ടായിരുന്നു. പിന്നെ ഒരു കുപ്പി വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടെ വെക്കാൻ സ്ഥലമില്ലായിരുന്നു. ആകപ്പാടെ എനിക്ക് ഈ ഫ്ലൈറ്റിൽ ബുദ്ധിമുട്ടായിട്ട് തോന്നി, വലിയ സ്പേസ് ഇല്ല ടേബിൾ ടോപ്പിന്. പിന്നെ ഇപ്പോൾ ദാണ്ട മോള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് അടുത്ത കലാപരിപാടിയിലോട്ട് കടന്നു. ഞങ്ങൾ ഐപാഡ് മേടിച്ചെങ്കിലും ഐപാഡിന് ഇവിടെ എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു $18 പെർ ഐപാഡായിരുന്നു. പക്ഷേ ഞങ്ങളോട് ഇത്രയും ലോങ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് അത് അത്യാവശ്യമാണ് എന്നുള്ള രീതിക്ക് ഞങ്ങൾ മേടിച്ചതാണ്. പക്ഷെ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ വലിയ ഗുണമുണ്ടായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. അപ്പം ഫുൾ ടൈം മോളെ ഐപാഡ് കാണിക്കാതിരിക്കാൻ വേണ്ടി ആണ് ഞാൻ ഈ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടെ കൊണ്ടുവന്നത്. പിന്നെ അവൾക്ക് ഇച്ചിരി കലാപരമായിട്ട് എന്തെങ്കിലും ഒട്ടിക്കണമെങ്കിലും ഒക്കെ ചെയ്യാലോ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ഗ്ലൂ സ്റ്റിക്കൊക്കെ ആയിട്ട് വന്നത്. അപ്പം മോൾക്ക് ഐപാഡും അതുപോലെ തന്നെ കുറച്ച് ഫ്രീ ടൈമും എല്ലാം കൂടെ മിക്സ് ചെയ്താൽ കൊടുത്തത്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അവളുടെ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുമെന്ന് എനിക്ക് പേടിയാണ്. ഞങ്ങൾ ഒത്തിരി മണിക്കൂറൊന്നും ഇരുന്ന് ഐപാഡ് കാണിക്കുന്നതിനോട് ഒത്തിരി യോജിപ്പില്ല. അപ്പം പ്ലെയിൻ ആയതുകൊണ്ട് വേറെ ആർക്കും ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഐപാഡ് ഓർഡർ ചെയ്തത്. പക്ഷേ മോൾക്ക് വളരെയധികം ശീലമാണ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് എൻഗേജ് ചെയ്തിരിക്കാൻ. കാരണം ഞങ്ങൾ വീട്ടിലാണെങ്കിലും അല്ലെങ്കിലും വെളിയിൽ ലോങ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 13 മണിക്കൂറൊക്കെ ഒറ്റയടിച്ച് ഓടിച്ചിട്ടൊക്കെ ഉണ്ട്. എന്നാലും മോൾ ഇരുന്നോളും, അവൾക്ക് അങ്ങനെ ശീലമായി. ഞങ്ങൾ ഫോണും ഐപാഡും ഒന്നും കൊടുക്കാറില്ല. ഫോൺ അവൾക്ക് അറിയാം അവൾക്ക് കളിക്കാനുള്ളതല്ലാന്ന്. ഇതാണ് പ്ലെയിനിൻ്റെ ഏറ്റവും ബാക്ക് സൈഡ്. ആ കാണുന്നത് ഒരു ഫ്ലൈറ്റ് അറ്റൻഡൻറ്റിൻ്റെ സീറ്റാണ്. അതായത് പ്ലെയിനിൽ കയറാത്തവർക്ക് വേണ്ടി ഞാൻ പറയുന്നതാണ്. പിന്നെ ഇത് ഇപ്പോൾ ഈ കാണുന്നതാണ് ഫുഡ് വെക്കുന്ന സ്റ്റോറേജ് സ്പേസസ്. അപ്പുറത്ത് വേറൊരു ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് ഇരിക്കാനൊരു സീറ്റുണ്ട്. ഈ കാണുന്ന ഡോറ് ബാത്റൂമിലോട്ട് ലീഡ് ചെയ്യുന്നതാണ്. ഇതാണ് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ടുള്ള വ്യൂ. 3 സെക്ഷനായിട്ടാണ് പ്ലെയിനിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഉള്ളത്. ഞങ്ങളുടെ സീറ്റ് ഏറ്റവും ബാക്കിലായിരുന്നു ഏകദേശം. ഇതൊക്കെ ഫുഡ് സ്റ്റോറേജ് ഏരിയാസ് ആണ്. പിന്നെ ഇത് നമ്മളുടെ ലാബറട്ടറി ടോയ്ലറ്റാണ്. വളരെ ചെറിയ ടോയ്ലറ്റ് ആയിരിക്കും പ്ലെയിനിൻ്റെ ഉള്ളിലുണ്ടാവുന്നത്. പ്ലെയിനിനകത്ത് സാധാരണ ഒരു 6 to 8 ടോയ്ലറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് നമുക്ക് നിന്ന് തിരിയാനുള്ളൊരു സ്ഥലം മാത്രമേ കാണത്തുള്ളൂ. ഇതിനകത്ത് ടിഷ്യൂ പേപ്പേഴ്സ് ഉണ്ടാവും. പിന്നെ ഇത് ടോയ്ലറ്റ് സീറ്റ് കവറാണ്. നമുക്കിങ്ങനെ വലിച്ചെടുത്തിട്ട് ടോയ്ലറ്റിൻ്റെ മുകളിൽ വെച്ചാൽ വളരെ ഹൈജീനിക്കായിട്ട് ടോയ്ലറ്റിൻ്റെ മുകളിൽ ഇരിക്കാൻ വേണ്ടി ഉപയോഗകരമാണ്. ഇത് ബേബി ചേഞ്ച് ടേബിളാണ്. ഈ ടേബിൾ വലിച്ചിട്ട് നമുക്ക് ബേബീസിനെ കിടത്തി അവിടെ നാപ്പിയൊക്കെ മാറ്റാം. പിന്നെ ഇതുപോലെ ഇതുണ്ടോ, ഈ സീറ്റ് കവർ ഇങ്ങനെ തുറന്നു വരും. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇടാം.
പിന്നെ ഇവിടെ വേസ്റ്റ് ബിൻ ഉണ്ട്. പിന്നെ അതുകൂടാതെ നമുക്കിവിടെ ടാപ്പുണ്ട്. ടാപ്പിനകത്തുനിന്ന് ചൂടും തണുത്ത വെള്ളം വരും. ഞാൻ എപ്പോഴും ടിഷ്യൂ കൂട്ടിയാണ് എല്ലാം പബ്ലിക് ടോയ്ലറ്റ്സിൽ ചെയ്യുന്നത്, ജസ്റ്റ് ഒരു എക്സ്ട്രാ സേഫ്റ്റി ബാരിയറിന് വേണ്ടി. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മളുടെ എയർപ്ലെയിനിലെ വിശേഷങ്ങൾ. നമുക്ക് അടുത്ത ദൃശ്യങ്ങളോട്ട് കിടക്കാം. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ എയർ ഏഷ്യയിൽ മലേഷ്യ എയർപോർട്ടിൽ എത്തിയേക്കുവാണ്. ഞങ്ങൾക്ക് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എയർ ഏഷ്യയിൽ ഫ്ലൈറ്റിൽ വെച്ചിട്ട്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ പേടിച്ചൊക്കെയാണ് പോയത്, കാരണം ബഡ്ജറ്റ് എയർലൈൻസ് അല്ലേ, എന്താവുമെന്നൊന്നും അറിയത്തില്ല. അത് പക്ഷേ ഫുഡ് നല്ല അടിപൊളി ഫുഡായിരുന്നു. നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണമെന്നുള്ളേ ഉള്ളൂ, പക്ഷേ നല്ല ഫുഡായിരുന്നു. വലിയ എക്സ്പെൻസീവ് ഒന്നും അല്ലായിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ലെഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ പ്ലെയിനിലും ഉണ്ടാകുന്ന ലെഗ് റൂമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം വളരെ കംഫർട്ടബിൾ ആയിരുന്നു, അങ്ങനെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ ഐപാഡ്സൊക്കെ ഓർഡർ ചെയ്തായിരുന്നു. അത് അത്ര നല്ലതായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല, കാരണം അതിൻ്റെ ക്വാളിറ്റി അത്രയ്ക്ക് പോരായിരുന്നു. പിന്നെ പെട്ടെന്ന് ബാറ്ററി ലൈഫും തീർന്നു. പക്ഷേ എന്നാലും ഓവറോൾ ഒരു വളരെ നല്ല എക്സ്പീരിയൻസ്. നമ്മൾ എന്തോരം പൈസ ലാഭിക്കുന്നു കൺസിഡർ ചെയ്യുമ്പം. പിന്നെ ഇവിടെ മലേഷ്യൻ എയർപോർട്ടിൽ ഞങ്ങൾ എത്തി. നല്ല ഭംഗിയൊക്കെയുള്ള എയർപോർട്ടാണ്. നമ്മുടെ സിംഗപ്പൂർ എയർപോർട്ട് പോലെയൊന്നും അല്ലെങ്കിലും നല്ല രസമുണ്ട്, നല്ല ക്ലീനൊക്കെയാണ്. പിന്നെ ഇവിടെ അപ്പനും മോളും അടിച്ച് പിരിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് പെണ്ണ് ഇച്ചിരി പിണങ്ങിയിരിക്കുക. നമുക്ക് മനസ്സിലാക്കാമല്ലോ, കുട്ടികളെ കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ അവരുടെ ഇടക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ. എന്തായാലും അവളെയൊക്കെ ഒന്ന് മയക്കി എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു വരാം. ഓക്കെ, എന്നിട്ട് ഇച്ചിരി എയർപോർട്ട് ദൃശ്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. മലേഷ്യൻ എയർപോർട്ടിൽ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഓട്ടോമാറ്റിക് ട്രോളികളാണ്, തന്നെ നീങ്ങി വരും, നമ്മളൊന്നും ചെയ്യണ്ട, നമ്മുടെ കൂടെ നടക്കും. പക്ഷെ അതിനെ പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക തരം യന്ത്രമാണ് ഉള്ളത്. ഇതാണ് ആ യന്ത്രത്തിൻ്റെ ഷേപ്പും മോഡലും ഒക്കെ. 2012 മോഡലാണ്. പോരട്ടെ പോരട്ടെ, മോഡല് പോരട്ടെ. നല്ല മോഡൽ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് ഇൻ്റർനാഷണൽ എയർ അറൈവൽസിലോട്ട് വരുന്ന സ്ഥലം, ഇൻ്റർനാഷണൽ ഡിപ്പാച്ചർ ലൗഞ്ചിലോട്ട് വരുന്ന സ്ഥലം. ഇതൊക്കെയാണ് അതിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ. നമ്മുടെ ഒരു നൂഡിൽസിൻ്റെ ഒരു കടയുണ്ട്, പിന്നെ ടൈം പീസസ് എന്ന് പറഞ്ഞ വാച്ച് കടയുണ്ട്, പിന്നെ കുറേ സീറ്റുകളുണ്ട്. മേളിൽ നിന്നൊക്കെ ആൾക്കാർ എവിടെ നിന്നൊക്കെ ഇളകി വരുന്നുണ്ട്, അറൈവൽസിൽ നിന്ന് വരുന്നവരായിരിക്കും. പിന്നെ ലിവിങ് റൂം എന്ന് പറഞ്ഞിട്ടൊരു കാഫേ ഉണ്ട്. ബ്രാൻഡ് ക്രേസി ആയിട്ടുള്ളവർക്ക് മൈക്കിൾ കോസ് ഉണ്ട്, ബോസൊക്കെ ഉണ്ട്. നമ്മൾ പിന്നെ അങ്ങനത്തെ യാതൊരുവിധ പരിപാടികളും ഇല്ലാത്തതുകൊണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗ് ഉള്ളി. ഇതാണ് മൈക്കിൾ കോസ്. അവൾ ആ പെണ്ണിനോട് ഹലോ പറയാൻ പോയി. നല്ല ഭംഗിയുള്ള ഹാൻഡ് ബാഗുകളൊക്കെ നമുക്ക് കണ്ടു നോക്കാം. നൈസ്, ലുക്ക് ദാറ്റ്. അന്ന് എടുക്കാൻ സമയം കിട്ടിയില്ല, പക്ഷേ ഇതാണ് ഞാൻ മലേഷ്യൻ എയർപോർട്ടിൽ നിന്ന് ആകപ്പാടം മേടിച്ചത്. ബാക്കിയെല്ലാം നാട്ടിൽ വന്നിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ മേടിച്ചതായതുകൊണ്ട് മേടിച്ചതാണ്. ഇത് ബോഡി ഷോപ്പ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അത് വളരെ നല്ലൊരു പ്രോഡക്റ്റ്സ് വിൽക്കുന്ന കടയാണ്. അവിടെ നിന്ന് ഞങ്ങൾ മേടിച്ചതാണ്. പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, നാട്ടിൽ ഇതിലും വില കുറഞ്ഞ ഈ സെയിം പ്രോഡക്റ്റ് ഇവിടുത്തെ ബോഡി ഷോപ്പിൽ നിന്ന് മേടിക്കായിരുന്നു. ഇവിടെ എനിക്ക് തോന്നുന്നു 845 റുപ്പീസ് എങ്ങാണ്ടേ ഉള്ളൂ ഇങ്ങനത്തെ ഒരെണ്ണത്തിന്. പക്ഷെ ഞങ്ങൾ കൊടുത്തത് ഓൾമോസ്റ്റ് 1000 റുപ്പീസിൻ്റെ മുകളിലോട്ട് പോയി. 1002 റുപ്പീസ് എങ്ങാണ്ട് ആയി ഞാൻ കണക്കൂട്ടി നോക്കിയപ്പം ഇത് ഒരെണ്ണം മേടിക്കാൻ വേണ്ടി. അപ്പം അത് നഷ്ടമായി പോയി. പക്ഷേ സാരമില്ല, ഗിഫ്റ്റായിട്ട് കൊടുക്കാനായതുകൊണ്ട് അങ്ങനെ സാരമൊന്നുമില്ല. നല്ല പ്രോഡക്റ്റ്സ് ആണ്, അതുകൊണ്ട് നമുക്ക് അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ തല്ലിപ്പൊളി ഒരു പ്രോഡക്റ്റ് നമ്മൾ ഒത്തിരി പൈസ കൊടുത്ത് മേടിച്ചാൽ നമുക്ക് വിഷമിക്കേണ്ടി വരും. പക്ഷേ ഇത് അറ്റ്ലീസ്റ്റ് നല്ല പ്രോഡക്റ്റ് ആയതുകൊണ്ട് ആ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങൾക്ക് മലേഷ്യയിൽ 4.5 മണിക്കൂർ വെയിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മലേഷ്യയിൽ നിന്ന് നാട്ടിലോട്ട് പോകുന്ന ഫ്ലൈറ്റിന് ഫുഡൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ലേറ്റ് ഫ്ലൈറ്റ് ആണല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഡിന്നർ കഴിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചായിരുന്നു. ഇത് വീണ്ടും ഞാൻ നാസിലമാക്ക് തന്നെയാണ് ഓർഡർ ചെയ്തത്. മലേഷ്യൻ എയർപോർട്ടിൽ നിന്ന് തന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി കഴിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇച്ചായൻ ചിക്കൻ കറിയും ചോറുമാണ് പറഞ്ഞത്. ചിക്കൻ കറിക്ക് ശരിക്കും നമ്മുടെ നാടൻ ചിക്കൻ കറിയുടെ അതേ രുചി തന്നെയായിരുന്നു. അതെ, അപ്പം മലേഷ്യന്ന് നമ്മുടെ റേച്ചമ്മ താണ്ടെ ഉറങ്ങിപ്പോയി. നമ്മൾ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ മുതൽ അവൾ നല്ല ഉറക്കമായിരുന്നു. ഓസ്ട്രേലിയയിൽ വെളുപ്പിന് സമയമായിരുന്നു ഇപ്പോഴത്തേക്കും. എല്ലാവരും ശരിക്കും മടുത്തു. ഈ നെക്ക് കുഷൻ ഉള്ളതുകൊണ്ട് ഭയങ്കര എളുപ്പമായിരുന്നു. അവൾ എങ്ങനെ കിടന്നാലും വളരെ കംഫർട്ടബിൾ ആയിട്ടേ കിടക്കത്തുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും. എല്ലാവരും ലോങ് ട്രാവൽസ് ചെയ്യുന്ന എല്ലാവരുടെയും കയ്യിൽ ഈ സാധനം എന്തായാലും അത്യാവശ്യമായിട്ട് വേണ്ടിയത് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ കൊച്ചി എത്തി മക്കളെ, കൊച്ചി എത്തി. ആ പ്ലെയിൻ ഒന്നും നമ്മുടെ
കൊച്ചി എയർപോർട്ടിലോട്ട് ലാൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്നൊരു സന്തോഷം ഇങ്ങനെ വീട്ടിലോട്ട് തിരിച്ചു വന്ന സന്തോഷം തന്നെയാണ്. പിന്നെ മമ്മി ഞങ്ങൾ എയർപോർട്ടിൽ റിസീവ് ചെയ്യാനുണ്ടായിരുന്നു. ഇത് ഇച്ചാൻ്റെ മമ്മിയാണേ. പിന്നെ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും വെളുപ്പിനെയായി ഞായറാഴ്ച. ഇതപ്പോൾ ഓശാന ഞായറാഴ്ചയ്ക്ക് ഞങ്ങൾ പള്ളിയിൽ പോകുന്ന വഴിക്കാണ്. അന്ന് ഞങ്ങൾ 2-3 മണിക്കൂറേ ഉറങ്ങിയിട്ടുള്ളൂ. പിന്നെ ഇതെൻ്റെ അമ്മ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും എന്നെ സ്വീകരിക്കാൻ വേണ്ടി ജിലേബി റെഡിയായി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഏത് വീട്ടിൽ ചെന്നാലും ജിലേബി ഉണ്ടാകും. പിന്നെ ഇതെൻ്റെ പ്രിയപ്പെട്ട ഒരു സാധനമാണ് സിപ്പപ്പ്. അത് കണ്ടപ്പോഴത്തേക്കുള്ള റിയാക്ഷനായിരുന്നു അത്. കുറേ വർഷങ്ങൾക്ക് ശേഷം സിപ്പപ്പ് കുടിക്കുന്നതിൻ്റെ ഒരു സന്തോഷത്തിലായിരുന്നു ഞാൻ. എങ്ങനെയുണ്ട് റേച്ചമ്മ അത്? ഒത്തിരി ഒത്തിരി അങ്ങോട്ട് നിൽക്കണ്ട. അതാണ് സേഫ്റ്റി ഗേറ്റ് കണ്ടോ? ഒന്ന് പറഞ്ഞേ, എന്നാ റേച്ചമ്മ എവിടെയാ ഉള്ളേ? ഇവിടെ എന്നാ ഉള്ളേ? ചിക്കനോ? എങ്ങനെ ചിക്കൻ ഇരിക്കുന്നേ? ഡക്കല്ലേ? ഓക്കെ. റേച്ചമ്മയ്ക്ക് ആനിമൽസ് എന്ന് പറഞ്ഞാൽ ജീവനാണ്. അപ്പം ഇവിടെ ചെന്നപ്പോഴത്തേക്കും കോഴിയും പട്ടിയും ഒക്കെ ആയിട്ട് അവൾ വളരെ ഹാപ്പി ആയിരുന്നു. വലിയ തിരക്കിലായി. കുറെ നാൾ കൂടി ഞാൻ ആദ്യം ചക്ക കഴിക്കാം. അപ്പൊ ചക്കയും മീൻകറി, മീൻ ഫ്രൈ. എങ്ങനെ എടുക്കുന്നത് കറക്റ്റായിട്ട് വായിലോട്ട് വെക്കുന്നു കേട്ടോ. നല്ല നല്ല മീൻകറി, നല്ല മീൻ. നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തിയ മീനാണ്. ഇതിൻ്റെ പേരെന്നാന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. റുഹു എന്ന് ഹിന്ദിയിൽ. അതെ, റോക്കി എന്നും കേട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കിക്കോ. മീൻകറി നമ്മുടെ മീൻ ഫ്രൈ ആണ്. എന്നാന്ന് പറഞ്ഞ സാധനം? റോഹു. പിന്നെ ചട്ടിക്കകത്ത് മീൻകറി ഇരിക്കുന്നത് മീൻകറി ഇരിക്കുന്നവർ എന്താ ഫീലിംഗ് ആണ്. ഇവിടെ വീട്ടിൽ 2 പട്ടിക്കുട്ടികളുണ്ട്. അപ്പോൾ റേച്ചമ്മ അവരെയും വെച്ച് കളിച്ച് ഹാപ്പി ആയിട്ടിരിക്കുവാണ്. ഞങ്ങളിവിടെ ഓസ്ട്രേലിയയിൽ നിന്ന് കുറച്ച് ഡോഗ് ട്രീറ്റ്സ് ആയിട്ടാണ് വന്നത്. അപ്പോൾ അതൊക്കെ കൊടുത്ത് റേച്ചമ്മ ഇവിടെ അങ്ങനെ സമയം ചിലവഴിക്കുന്നതാണ്. ഞങ്ങൾ വെളിയിൽ പോയാൽ പോലും ആൾക്ക് വെളിയിൽ വരണ്ട. പട്ടിയുടെ കൂടത്തിൽ ഉറങ്ങുകയും കിടക്കുകയും കുളിക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്താൽ മതി. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല സുഖമാണ്. കൊച്ചിൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. ഹലോ ഫ്രണ്ട്സ്, സോറി ഇവിടെ തിരക്കിലാണ്. മോള് പറഞ്ഞോളൂ. ഹലോ ഫ്രണ്ട്സ്, എന്നാണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾ ഇവിടെ നാട്ടിലെത്തിയിട്ട് ഇപ്പൊ 2-3 ദിവസമായി. സോറി, ഞാനിവിടെ കയ്യിലാണ് ഫോൺ പിടിച്ചേക്കുന്നത്, ക്യാമറ പിടിച്ചേക്കുന്നത്. നമ്മുടെ നാട്ടിലത്തെ റോഡല്ലേ, കുടുങ്ങിയും ഒക്കെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. നിങ്ങൾക്കൊരു വെർച്വൽ റിയാലിറ്റി എക്സ്പീരിയൻസ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ തരുന്നതായിരിക്കും. അയ്യോ ഒരു ദൈവമേ, നാട്ടിൽ വന്നിട്ട് ഇപ്പൊ നല്ല അവസ്ഥയാണ്. ഈ ചൂട് കാരണം ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഇപ്പൊ വണ്ടിക്കകത്ത് ഇരുന്ന് AC ഇട്ട് നമ്മള് സൂചിച്ചോണ്ടിരിക്കുക. വേറെ നിവൃത്തിയൊന്നുമില്ല. അമ്മ പിന്നെ ഞങ്ങൾക്ക് കുറച്ച് പേരിങ്ങനെ മെസ്സേജ് ഒക്കെ അയച്ച് ചോദിച്ചു എവിടെ പോയി, വിവരമൊന്നും ഇല്ലല്ലോ എന്ന്. ഞങ്ങൾ 5 വർഷം കഴിഞ്ഞിട്ടാണ് 3 പേരും കൂടെ ഒരുമിച്ച് നാട്ടിലോട്ട് വന്നേക്കുന്നത്. നാട്ടിലോട്ട് വന്നേക്കുന്നത്. അപ്പൊ അതിൻ്റെതായ തിരക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ ഇവിടുത്തെ ചൂടടിച്ച് എന്റെ ഫോൺ ഒരു ദിവസം ചത്തുപോയി. പിന്നെ എങ്ങനെയോ ഭാഗ്യത്തിന് തിരിച്ച് ജീവനോട് വന്നു എന്നുള്ളതാണ് സത്യം. അപ്പൊ അങ്ങനെയും കുറച്ച് സമയം പോയി കിട്ടി. പിന്നെ ഇവിടെ എല്ലാം അഡ്ജസ്റ്റ് ആയി വരാൻ കുറച്ച് സമയം എടുത്തു. ഇപ്പൊ ഞങ്ങൾ ശരിക്കും ശനിയാഴ്ച രാത്രി ആയപ്പോഴാണ് ഇവിടെ എത്തിയത്. ഇപ്പൊ ഞായറാഴ്ച ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നു. ഞങ്ങളിവിടെ കോട്ടയം മണിമലയിലാണല്ലോ. അപ്പം ഇങ്ങനെ യാത്രയും ക്ഷീണങ്ങളും പിന്നെ എല്ലാ NRI മലയാളിക്കും ഉള്ളപോലെ തന്നെ ഡെന്റിസ്റ്റ് അപ്പോയിന്റ്മെന്റ് ആയിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ സാധനം. അപ്പൊ ഇന്നലെ ഞങ്ങൾ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയി പാർട്ട് 1 ഓഫ് ഡെന്റിസ്റ്റ് വിസിറ്റ് നടത്തി. ഇനി കുറച്ച് പാട്ടും കൂടെ ഉണ്ട്. പിന്നെ എന്താ, പിന്നെ ഞങ്ങള് വന്ന ദിവസം തന്നെ സിനിമയ്ക്ക് പോയി. കാരണം അതാണല്ലോ ഒരു ഞങ്ങള് മധുരരാജ് കാണാൻ പോയി. അയ്യോ നല്ല അനുഭവമായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ അനുഭവം? സോറി, ഞാൻ ഡ്രൈവിംഗിൽ ഇച്ചിരി ഫോക്കസ്ഡ് ആയിരുന്നു. മധുരരാജ നല്ല ഒരു കോമഡി സിനിമയാണ്. ഞങ്ങൾക്ക് അത്യാവശ്യം നല്ലപോലെ ഇഷ്ടപ്പെട്ടു. എങ്കിലും
ഇടയ്ക്ക് ഒന്ന് ഉറങ്ങിപ്പോയി. ഞങ്ങള് സെക്കൻഡ് ഷോയ്ക്കാ പോയത്. അപ്പൊ ഞങ്ങള് ലാൻഡ് ചെയ്തിട്ട് തന്നെ 11:10 രാത്രിയില്. വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു 12 മണിയായി. വീട്ടിലെത്തിയപ്പോ 12:30, 12:15. പിന്നെ സംസാരം എല്ലാം കഴിഞ്ഞ് കിടന്നപ്പോ 2 മണി, വെളുപ്പിന് 2 മണിയായി. പിന്നെ ഞായറാഴ്ച രാവിലെ 5 മണിക്ക് എണീറ്റു. ഒരു 3-4 മണിക്കൂർ ഉറക്കമേ കിട്ടിയുള്ളൂ. പിന്നെ മണിമലയിലോട്ട് വന്നു. അന്ന് തന്നെ ഞങ്ങൾ സിനിമയ്ക്ക് പോയി. അപ്പൊ അതാണ് ഞങ്ങളുടെ ഡെഡിക്കേഷൻ, അത് മനസ്സിലാക്കണം. അപ്പൊ എന്തായാലും അപ്പൊ അങ്ങനെ ഇവിടെ വെച്ച് കട്ടായി പോയി തോന്നുന്നു. എന്തായാലും അപ്പൊ ഞങ്ങൾ അതിന്റെ ഒരു ഇതൊക്കെ. പക്ഷെ ഞങ്ങള് പോയ തിയേറ്ററിൽ AC ഇല്ലായിരുന്നു മക്കളെ. അയ്യോ സെക്കൻഡ് ഷോയ്ക്ക് ഞങ്ങള് 12 പേരെയും കൂട്ടി ഒരു സിനിമയ്ക്ക് അങ്ങ് പോയതാണ്. 2.5 മണിക്കൂർ അവിടെ ഇരുന്ന് പുഴുങ്ങി ഒരു രക്ഷയില്ലായിരുന്നു. ശരിക്കും ആദ്യത്തെ അനുഭവമായിരുന്നു AC ഇല്ലാത്ത തിയേറ്ററിൽ പോകുന്നത്. അത് കാഞ്ഞിരപ്പള്ളിയിലായിരുന്നേ. അതുകൂടാതെ ഇവിടുത്തെ ഇപ്പത്തെ ഈ ചൂടും കൂടെ ആയപ്പോഴത്തേക്കും ബെസ്റ്റ് ആയി പോയി. പിന്നെ നമ്മുടെ മധുരാജ കുഴപ്പമില്ലായിരുന്നു, കണ്ടിരിക്കാം. നമ്മുടെ പോക്കിരിരാജയുടെ 2ാം ഭാഗം എന്നുള്ള രീതിക്ക്. പക്ഷെ എന്തായാലും നമ്മൾ അതില് കൂടുതൽ പറയുന്നില്ല, കാരണം പറയാൻ മാത്രമൊന്നും അതിനകത്തില്ല അല്ലെ. രജമ നാട്ടിൽ വന്നിട്ട് എങ്ങനെയുണ്ട്? എന്താ ഏറ്റവും ഇഷ്ടം? പട്ടീനെ എന്ത് ചെയ്യണം? പിന്നെ എന്താണ് എന്ന് വെച്ചാല് ഞങ്ങളിവിടെ എന്റെ ഒരു ആന്റിയുടെ വീട്ടിലോട്ട് പോവാണ്. ആന്റിയുടെ വീട്ടില് പ്രത്യേകതരം ഒരു ഇനം സംഭവങ്ങളുണ്ട്. 14 പൂച്ചയുള്ള ഒരു സ്ഥലത്തോട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പൊ അതെങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. എനിക്ക് സത്യം പറഞ്ഞാൽ പൂച്ചകളെ പേടിയാണ്. അപ്പൊ അത് ഞാൻ എങ്ങനെ ഡീൽ ചെയ്യുമെന്ന് അറിയത്തില്ല, എന്നാലും പോയി നോക്കാം. പിന്നെ ഫ്രണ്ട്സ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ കുറച്ച് പേരുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇനി അടുത്ത വീഡിയോയിൽ ഞങ്ങൾ ബാക്കിയുള്ള പേരുകൾ തീർച്ചയായിട്ടും പറയുമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ആരും പിണങ്ങരുത്. ഞാനൊരു വലിയ ലിസ്റ്റിൽ ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഓസ്ട്രേലിയയിൽ ടേബിളിൽ വെച്ചിട്ട് മറന്നുപോയി ആ പേരുകളെല്ലാം. അപ്പൊ എനിക്ക് കുറച്ച് പേരെന്റെ മനസ്സിലോട്ട് വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ കുറച്ച് പേരുടെ പേര് മാത്രം പറഞ്ഞ് ആരെ വിഷമിപ്പിക്കേണ്ടതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇനി തിരിച്ച് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ ആ പേരുകളെല്ലാം പറയുന്നതായിരിക്കും. കാരണം ഇനിയും ആ ലിസ്റ്റ് ഉണ്ടാക്കാന്ന് വെച്ചാൽ അത് അത്ര എളുപ്പമുള്ള ഒരു പരിപാടി അല്ല. ഞാൻ ശ്രമിക്കാം. എനിക്കിവിടെ സമയം കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ശ്രമിക്കാം. പക്ഷെ ഞാൻ അത് എല്ലാവരുടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഒരു 10-30 പേരും കൂടെ ഉണ്ടായിരുന്നു, ഞാനത് മറന്നുപോയത് പറയാൻ. പിന്നെ ഞങ്ങളുടെ പേരും കൂടെ പറയണേന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുടെയും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിപ്പൊ അത് പറയുന്നില്ല, കാരണം ഇനി പിന്നെ ആരെയും വിഷമിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഞങ്ങളോടൊന്ന് ക്ഷമിക്കണം. അതുകൊണ്ട് ഞങ്ങൾ ഇനി തൽക്കാലം ആരുടെയും പേര് പറയുന്നതായിരിക്കില്ല. ഈ ഒരു 2 ആഴ്ച കാലത്തേക്ക് നിങ്ങൾ ഒന്ന് ക്ഷമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓസ്ട്രേലിയ ചേച്ചിപ്പം ലിസ്റ്റിൽ ഉള്ള പേരെല്ലാം ഞാൻ പറയാം കേട്ടോ. അപ്പം പക്ഷെ നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് വിലപ്പെട്ടത് തന്നെയാണ്. കോമന്റ് അയക്കുന്നവരും അയക്കാത്തവരും എല്ലാം തന്നെ. കാരണം നിങ്ങളൊക്കെ നമ്മളെ കാണുന്നതും സപ്പോർട്ട് ചെയ്യുന്നതുമാണ് ലൈക്ക് അയക്കുന്നവരുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ്. നമ്മുടെ ചാനൽ വളരെ നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 1000 സബ്സ്ക്രൈബേഴ്സ് ആകാൻ എനിക്ക് തോന്നുന്നു ഒരു 60 സബ്സ്ക്രൈബേഴ്സും കൂടെ മതി. അപ്പം അത് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇവിടെ നമ്മുടെ മോളുടെ കഴുത്ത് നമ്മൾ എയർപ്ലെയിനിൽ ഉപയോഗിക്കുന്ന നെക്ക് കുഷൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാകുമ്പോൾ കൊച്ചു ഉറങ്ങിപ്പോയ കഴുത്തൊന്നും ഉളുക്കാതെ പെട്ടെന്ന് സ്ട്രെയിൻ ഒന്നും വരാതെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ കിടന്ന് ഉറങ്ങാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ കൊടുത്തേക്കുന്നതാണ്. ഇത് ഞങ്ങൾ ശരിക്കും ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലത്തെ വഴിയും കൂടെ ആകുമ്പോഴത്തേക്കും ഈ സാധനം അങ്ങ് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ അവർ ഉറങ്ങിയാലും നമുക്കൊന്നും വിഷമിക്കാനില്ല. പിന്നെ നമ്മൾ തീർച്ചയായിട്ടും സീറ്റ് ബെൽറ്റ് ഇട്ട് തന്നെ ഇരുത്താൻ ശ്രമിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം പ്രത്യേകിച്ച് നമ്മളിവിടെ ഓടിച്ച് ഇപ്പൊ കുറച്ച് നാളൊക്കെ ആയില്ലേ. അപ്പൊ എന്തായാലും പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഒക്കെ ഇടുമ്പോഴൊക്കെ പിള്ളേർക്ക് ഏറ്റവും കംഫർട്ടബിളും ഏറ്റവും സേഫ് ആയിട്ടും നമ്മൾ ബെൽറ്റ് ഇട്ടുകൊണ്ട് തന്നെ പോകുന്നതാണ്. ഓക്കെ, റോഡിലൊക്കെ അപ്പം ഞങ്ങൾ അങ്ങനെ ദാണ്ട പൂച്ചക്കുട്ടിയുടെ വീട്ടിലെത്തിയേക്കുവാണ്. അങ്ങനെ രജമിക്ക് ഒരു പൂച്ചക്കുട്ടീനെ കിട്ടിയിട്ടുണ്ട്, ബാക്കിയെല്ലാം പേടിച്ച് ഓടിപ്പോയി. ഇതെൻ്റെ ആൻറ്റി ഉണ്ടാക്കിയതൊക്കെ തന്നെ. ഒരു ബ്രാൻഡി കുപ്പിയിൽ ഇങ്ങനെ പേപ്പറും കല്ലൊക്കെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ട് ഒരു കൈയും മുഖമൊക്കെ വരച്ചു വെച്ച് അങ്ങനെ ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നിയാണ് ഞാൻ വീഡിയോ എടുത്തതാണ്. അതെല്ലാം പേപ്പർ വെച്ചിട്ട് ഡിഫറെൻറ്റ് കളർഡ് പേപ്പർ വെച്ചിട്ടാണ് ഇത് ഫുൾ സെറ്റപ്പ് ചെയ്തേക്കുന്നത്. നല്ല രസമായിട്ട് എനിക്ക് തോന്നി.
പിന്നെ ഞങ്ങൾ ദാണ്ട് ഊണിലോട്ട് കടക്കുകയാണ്. ഊണിലോട്ട് കടക്കുമ്പോഴത്തേക്കും ഞങ്ങൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ മാക്സിമം വാഴയിലയിൽ ഉണ്ണാൻ ശ്രമിക്കാറുണ്ട്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ആചാരങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ കസിൻ ബ്രദർ ഇവിടെ ദാണ്ട് ഞങ്ങൾക്ക് ഇലയൊക്കെ കഴുകി തൂത്ത് തലോടി തരികയാണ്. ചുമ്മാ ഒരു രസം, ഒരു കൗതുകമായിട്ട് തോന്നാറുണ്ട്. എനിക്ക് തോന്നുന്ന കുഞ്ഞിലെ ഇതൊക്കെ ശരിക്കും മിസ് ചെയ്തുകൊണ്ട് ഇതിനോടൊക്കെ ഭയങ്കര ഫാസിനേഷനാണ്. അതുകൊണ്ട് എപ്പോൾ ചാൻസ് കിട്ടിയാലും വാഴയിലയിൽ ഉണ്ണാൻ മാക്സിമം ശ്രമിക്കും. അതിപ്പോൾ ചോറാണോ ചപ്പാത്തിയാണെന്നൊന്നും നോക്കാറില്ല, വാഴയില കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഹോബി. കോട്ടയം സൈഡിലുള്ള പ്രത്യേകതരം ഒരു ആചാരമാണ്. കഴിച്ചു നോക്കിയേ, എങ്ങനെയുണ്ട്? ചോദിച്ചു നോക്ക്. നല്ല കൂമ്പ് തോരനും പാവയ്ക്ക വറുത്തതും. അയ്യോ, ഈ മാങ്ങയുടെ കറിയുടെ പേരെന്നായിരുന്നു? പഴമാങ്ങ കറിയും ബീൻസ് തോരനും. വയ്യേ, നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊതി തോന്നുന്നുണ്ടെങ്കിൽ കുറ്റം പറയാൻ പറ്റിയില്ല, ഇട്ടോളൂ. എന്നാ കുറയ്ക്കാനാ? സൈഡിൽ ഇട്ടോളൂ, കുറച്ചിട്ടാ മതിയേ. അത് സാരമില്ല, അതിനിപ്പോ എന്നാ. ഓക്കെ, താങ്ക് യു. മതി. സൈഡിൽ ബിരിയാണിയും കൂടെ. ഊണ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പൂച്ചക്കുട്ടികൾക്ക് ഉണ്ണാൻ സമയം. അപ്പോഴത്തേക്ക് അവരെ കൂടുതൽ കാണാൻ പറ്റി. പിന്നെ എല്ലാവരും കൂടെ പാല് കുടിക്കാൻ നേരത്ത് കുറേ എണ്ണങ്ങൾ വന്നായിരുന്നു. എന്നാലും ചിലത് പേടിച്ച് ഞങ്ങളുടെ അടുത്ത് വന്നില്ല. അതുകൊണ്ട് മുഴുവൻ പൂച്ചേനെയും കിട്ടിയില്ല. 16 പൂച്ചയുണ്ട് ഈ വീട്ടിൽ, 14 അല്ല കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കുറച്ച് ദിവസത്തെ വിശേഷങ്ങൾ. ഞങ്ങൾ തുടർച്ചയായിട്ട് വീഡിയോസ് ഇടാത്തതിൽ ചിലർക്ക് പരിഭവം കാണും. പക്ഷെ ഞങ്ങളുടെ ഈ തിരക്കൊക്കെ കാരണമാണ്. നിങ്ങൾ ഞങ്ങളൊന്ന് ക്ഷമിക്കണം. പിന്നെ ഞാൻ പ്രത്യേകം പറഞ്ഞല്ലോ, ഞങ്ങളുടെ പേരുകൾ ഞങ്ങൾ ഇനി ഓസ്ട്രേലിയയിൽ എത്തിയിട്ടായിരിക്കും പറയുന്നത്. അതുകൊണ്ട് ഞങ്ങളോട് പിണക്കമൊന്നും തോന്നരുത്. അപ്പോൾ ഈ ഈസ്റ്റർ വിഷു കാലത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനവും സന്തോഷങ്ങളും ഞങ്ങൾ നേരുന്നു. ജാതി മതം ഒന്നും നോക്കാതെ നമുക്ക് പച്ച മനുഷ്യരായിട്ട് സന്തോഷത്തോടെ സ്നേഹത്തോടെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കാം. പരസ്പരം സഹായിച്ചും ചിരിച്ചും കളിച്ചും ഒക്കെ ജീവിക്കാൻ വേണ്ടി എല്ലാവരും തന്നെ ശ്രമിക്കണം. അപ്പോൾ സമാധാനം നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ. ടേക്ക് കെയർ ആൻഡ് ബൈ.